തമിഴ്നാട് തിരുവണ്ണാമലയിലെ VOC നഗർ മേഖലയിൽ വൻ ഉരുൾപൊട്ടൽ. നിരവധി വീടുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ നിലയിലാണ്. 5 കുട്ടികളടക്കം 7 അംഗ കുടുംബം മണ്ണിനടിയിൽ അകപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് PJ അരുൺ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. അരുൺ, ഏറ്റവും ഖേദകരമായ ഒരു വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 7 അംഗ കുടുംബം മണ്ണിനടിയിൽ അകപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് വിവരങ്ങൾ? അന്ന, ഇന്ന് വൈകുന്നേരമാണ് അത്യന്തം ദുഃഖകരമായ ഈ സംഭവം ഉണ്ടായത്. തിരുവണ്ണ മേഖലയിൽ നമുക്കറിയാം, വളരെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് തിരുവണ്ണാമല. അവിടുത്തെ ക്ഷേത്രത്തിന് സമീപമുള്ള ദീപ എന്ന് പറയുന്ന പർവ്വത ശിഖരത്തിൻ്റെ ഒരു ഭാഗമാണ് ഉരുൾപൊട്ടലിന് ഇപ്പോൾ വിധേയമായതായിട്ടുള്ള വിവരം നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഇതിൽ രാജ്കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിലെ 7 അംഗങ്ങൾ ഈ ഒരു ഉരുൾപൊട്ടലിൽ അകപ്പെട്ടു. അവർ താമസിച്ചിരുന്ന ഭവനം ഈ ഒരു ഉരുൾപൊട്ടലത്തിന് ഇരയായതിനെ തുടർന്ന് ഈ 7 കുടുംബാംഗങ്ങളും ഈ മണ്ണിനടിയിൽ അകപ്പെടുകയും 7 പേരും മരിച്ചതായിട്ടുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. എന്നാൽ അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പോലീസും ഫയർഫോഴ്സും ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഒരു ടീമും തിരുവണ്ണ മേഖലയിലെ ഈ ഒരു ദുരന്ത മേഖലയിൽ ഇപ്പോൾ ആ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥ പലപ്പോഴും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കാരണം ഇന്ന് രാവിലെ മുതൽ പുതുച്ചേരി, തമിഴ്നാട് ഉൾപ്പെടുന്ന പല ജില്ലകളിലും, തമിഴ്നാട്ടിലെ പല ജില്ലകളിലും പുതുച്ചേരിയിലും വലിയ രീതിയിലുള്ള ഒരു മഴ ലഭിക്കുകയുണ്ടായി. മഴ കനത്തതോടെയാണ് ഇങ്ങനെ ഒരു തിരുവണ്ണാമലയുടെ ഈ ഒരു പർവ്വത പ്രദേശത്ത് ഒരു ഉരുൾപൊട്ടലുണ്ടാകുന്നത്. 2500 അടിയിൽ മുകളിൽ ഒരു ആൾട്ടിറ്റ്യൂഡ് വരുന്ന ഉയരമുള്ള ഒരു പർവ്വത പ്രദേശമാണിത്. തിരുവണ്ണാമല ക്ഷേത്രത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വത പ്രദേശമാണ്. ഈ പർവ്വത പ്രദേശത്തിൻ്റെ ഒരു ഭാഗം വലിയൊരു ശബ്ദത്തോടെ ഉരുൾപൊട്ടൽ സംഭവിക്കുകയും ഈ ഉരുൾപൊട്ടലിനിടയിൽ 7 പേരടങ്ങുന്ന കുടുംബം, ഇതിൽ 2 പേർ കുട്ടികളാണ്, 7 പേരടങ്ങുന്ന കുടുംബം അകപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ടുകൾ പറയുന്നത്. കൂടാതെ ആ ഒരു മേഖലയിൽ ഈ ഒരു 7 അംഗ കുടുംബം താമസിച്ചിരുന്ന വീടല്ലാതെ മറ്റ് വീടുകളുമുണ്ട്. നിരവധി വീടുകൾ ഈ ഒരു ഉരുൾപൊട്ടലിൽ അകപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം. എന്തായാലും അരുൺ, അങ്ങനെയാണെങ്കിൽ രാത്രി സമയമാണ്, മഴ തുടരുകയും ചെയ്യുന്നു. രക്ഷാപ്രവർത്തനങ്ങളെ അത് തടസ്സപ്പെടുത്തുമോ? കാരണം ഇന്നലെ രാത്രി മുതൽ തമിഴ്നാട്ടിൽ ആകെ ഒരു മഴ ഭീതിയിൽ നിലനിൽക്കുകയാണ്. കാരണം ഫിഞ്ചൽ ചുഴലിക്കാറ്റ് ഉയർത്തിവിട്ട ഒരു തീവ്രമായിട്ടുള്ള ഒരു മഴ ലഭ്യത തമിഴ്നാടിൻ്റെ പല പ്രദേശങ്ങളിൽ ലഭിക്കുന്നുണ്ട്. കൂടാതെ അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുകയും കൂടാതെ വലിയൊരു കനത്ത മഴ ഈ തമിഴ്നാട്ടിലെ പല ജില്ലകളിലും ലഭിക്കുകയും, തിരുവണ്ണാമല എന്ന് പറയുന്ന ഒരു ജില്ലയാണ്, ആ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഈ ഒരു വലിയ രീതിയിലുള്ള സാധാരണയിൽ ലഭിക്കുന്ന രീതിയിനേക്കാൾ കൂടിയ ഒരു തീവ്ര മഴയാണ് ആ ഒരു മേഖലയിൽ ലഭിച്ചിരുന്നത്. കാരണം നേരത്തെ അന്ന സൂചിപ്പിച്ച പോലെ തന്നെ, കാരണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു മഴ, കൂടാതെ അവിടുത്തെ ഒരു പ്രകൃതിയുടെ ഒരു സ്വഭാവമുണ്ട്. ഈ ഒരു മലമ്പ്രദേശമായതിന്, പർവ്വത പ്രദേശമായതിന് തന്നെ ഈ ഒരു ദുരന്ത മേഖലയിലേക്ക് ഇപ്പോഴും പൂർണ്ണമായ രീതിയിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. എന്തായാലും തമിഴ്നാട് തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടൽ വൻ നാശനഷ്ടമുണ്ടായിരിക്കുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഒരു കുടുംബം മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് PJ അരുൺ വിവരങ്ങൾ നൽകിയത്.